കാഞ്ഞങ്ങാട്ടെ അമ്മയും കുഞ്ഞും ആശുപത്രിയോടുള്ള അധികൃതരുടെ അനാസ്ഥയിൽ പ്രതിഷേധിച്ച് യൂത്ത് കോൺഗ്രസ് പ്രതിഷേധ സമരം സംഘടിപ്പിച്ചു. ആരോഗ്യമേഖലയിൽ കാസർഗോഡ് ജില്ലയെ ഇടത് സർക്കാരും ആരോഗ്യവകുപ്പും തീർത്തും അവഗണിക്കുകയാണെന്ന് സമരക്കാർ പറഞ്ഞു. This news sponsored by Jyoti Institute of Medical Technology, Nityananda Building, Main Road, കാഞ്ഞങ്ങാട്. ജില്ലയിലെ ആരോഗ്യവകുപ്പിന് നാഥനില്ലാത്തതിനാലും ഡോക്ടർമാരും ജീവനക്കാരുമില്ലാത്തതിനാലും അമ്മയും കുഞ്ഞും ആശുപത്രി ഉൾപ്പെടെ അടച്ചുപൂട്ടേണ്ട സാഹചര്യമാണുള്ളത്. അതുകൊണ്ട് തന്നെ 15/6/2025 മുതൽ ഇനിയൊരു മുന്നറിയിപ്പുണ്ടാകുന്നതുവരെ ജില്ലാ മെഡിക്കൽ ഓഫീസ് പ്രവർത്തിക്കുന്നതല്ല എന്ന് ജില്ലാ മെഡിക്കൽ ഓഫീസിന് മുന്നിൽ ബോർഡ് സ്ഥാപിച്ചാണ് യൂത്ത് കോൺഗ്രസ് തങ്ങളുടെ പ്രതിഷേധം അറിയിച്ചത്. കാഞ്ഞങ്ങാട് അമ്മയും കുഞ്ഞും ആശുപത്രിയിൽ നിലവിൽ രാത്രികാല OP നിർത്തലാക്കിയതിലും നിലവിലുള്ള ഡോക്ടറെയും മറ്റ് ജീവനക്കാരെയും ജില്ലാ ആശുപത്രിയിലേക്ക് മാറ്റാനുള്ള നീക്കം നടക്കുന്നതിന്റെയും പശ്ചാത്തലത്തിലാണ് യൂത്ത് കോൺഗ്രസ് സമരം നടത്തിയത്. കഴിഞ്ഞ ദിവസം 25ഓളം ഡോക്ടർമാരെ പകരം സംവിധാനമില്ലാതെ സ്ഥലം മാറ്റിയിരുന്നു. കാസർഗോഡ് മെഡിക്കൽ കോളേജ് ഇപ്പോഴും OP മാത്രമായി ശൈശവാവസ്ഥയിൽ കിടക്കുകയാണ്. ടാറ്റ ആശുപത്രി പൊളിച്ചുകളയുകയും മറ്റ് ആശുപത്രിയിൽ ഡോക്ടർമാരുടെയും ജീവനക്കാരുടെയും അനുബന്ധ സേവനങ്ങളും ലഭിക്കാതെ രോഗികൾ പുറത്ത് നോക്കുകുത്തികളായി നിൽക്കേണ്ട അവസ്ഥയാണെന്നും പ്രതിഷേധ സമരം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് DCC വൈസ് പ്രസിഡന്റ് BP പ്രദീപ് കുമാർ ആരോപിച്ചു. ആരോഗ്യമേഖലയിൽ കാസർഗോഡ് ജില്ലയോട് ഇടത് സർക്കാരും ആരോഗ്യമന്ത്രിയും കാണിക്കുന്ന അവഗണനയ്ക്കെതിരെ ശക്തമായ പ്രക്ഷോഭത്തിന് കോൺഗ്രസ് പാർട്ടി നേതൃത്വം നൽകുമെന്നും അദ്ദേഹം പറഞ്ഞു. ആരോഗ്യമന്ത്രി വീണ ജോർജ് കേരളത്തിന് അപമാനമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. 2022 ഉദ്ഘാടനം കഴിഞ്ഞ് ഒരു വർഷക്കാലം പ്രവർത്തനം ആരംഭിക്കാതെ 2023 അതായത് യൂത്ത് കോൺഗ്രസ് നടത്തിയ നിരന്തരമായ സമരത്തിനൊടുവിലാണ് 2023 ഈ പറയുന്ന അമ്മയും കുഞ്ഞും ആശുപത്രിയുടെ പ്രവർത്തനം ആരംഭിച്ചത്. ആ പ്രവർത്തനം ആരംഭിച്ച് കഴിഞ്ഞ ഒരു വർഷത്തിലേറെ ഏതാണ്ട് 35,000-ഓളം രോഗികൾ അവിടെ ചികിത്സക്കായി വന്നിരുന്നു. ഏതാണ്ട് 25ഓളം കുട്ടികൾക്ക് ആ ആശുപത്രിയിൽ ജന്മം നൽകുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ സിസേറിയൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് നടത്താനുള്ള സൗകര്യം ഉണ്ടായിട്ടുണ്ട്. ഒരുപാട് സ്ത്രീകൾക്ക് അവരുടെ ഗർഭാശയം നീക്കം ചെയ്യുന്ന ഉൾപ്പെടെയുള്ള നൂതനമായ ശസ്ത്രക്രിയകൾ അവിടെ നടത്താൻ കഴിഞ്ഞിട്ടുണ്ട്. ഇത്രയധികം രോഗികൾ വന്ന ഈ ജില്ലയിലെ സ്ത്രീകൾക്കും കുട്ടികൾക്കും ഏറ്റവും ഗുണകരമായി നിൽക്കേണ്ട, അവർക്ക് ഏറ്റവും സഹായകരമായി വരുമായിരുന്ന ഇത്രയധികം രോഗികൾ ഒരു വർഷം കൊണ്ട് വന്നിട്ടുള്ള ആ ആശുപത്രി ഇന്ന് അടച്ചുപൂട്ടലിന്റെ വക്കിലാണ് എന്നുള്ളതാണ് നമ്മെ വേദനിപ്പിക്കുന്ന ഏറ്റവും വലിയ ഒരു. യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് KR കാർത്തികേയൻ അധ്യക്ഷത വഹിച്ചു. ജനറൽ സെക്രട്ടറി വിനോദ് കപ്പിത്താൻ, രോഹിത് എറുവാട്ട്, മണ്ഡലം പ്രസിഡന്റുമാരായ HR വിനീത്, അനൂപ് ഓർച്ച, സിജോ അമ്പാട്ട്, രാഹുൽ നാർക്കല, പത്മകുമാർ കൊടവലം, റഷീദ് നാലക്രെ, വരുൺ രാജ് തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.